ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഞാനിങ്ങനെ മൊബൈലിൽ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വീഡിയോ ഞാൻ കാണാനിടയായത്. ഒരു കുട്ടി ഒരു അധ്യാപകനോട് വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും കൈയൊക്കെ ചൂണ്ടി എന്തൊക്കെയോ പരുഷമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. അപ്പോഴാണ് ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്, അതായത് ഒരു 80s ആ കാലഘട്ടങ്ങളിൽ എത്ര ബഹുമാനത്തോടാണ് നമ്മൾ അധ്യാപകരെയൊക്കെ കണ്ടിട്ടുള്ളത്. അധ്യാപകരെ അതുപോലെ പേടിയോടെയും ബഹുമാനത്തോടെയും ഒക്കെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നത്. അന്ന് ഒരു ക്ലാസ്സിൽ ഒരു 10-40 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ കുട്ടികളെയും എല്ലാ അധ്യാപകർക്കും അറിയണമെന്ന് കൂടിയില്ല. ക്ലാസ് ടീച്ചറിന് എല്ലാ ദിവസവും അറ്റൻഡൻസ് വിളിക്കുന്നതുകൊണ്ട് എല്ലാ കുട്ടികളുടെയും പേരും അറിയാം, ഒരുവിധം എല്ലാവരെയും അറിയായിരിക്കും ക്ലാസ് ടീച്ചറിന്. ബാക്കിയുള്ള ടീച്ചേഴ്സ് സമയത്ത് ക്ലാസ്സിൽ വന്ന് എടുക്കുന്നു, അവർ പോകുന്നു എന്നല്ലാതെ ഒരു കുട്ടിയുടെയും പേഴ്സണൽ കാര്യങ്ങളോ അവർ വളർന്നു വരുന്ന ജീവിത സാഹചര്യം പശ്ചാത്തലങ്ങളോ ഒന്നും ഒരു അധ്യാപകർക്കും മറ്റുള്ള ക്ലാസ് വരുന്ന അധ്യാപകർക്ക് അറിയണമെന്ന് ഇല്ല. ആരും അതൊന്നും അന്വേഷിക്കാറുമില്ല. നമ്മളൊക്കെ പഠിക്കുന്നു, തിരിച്ചു പോരുന്നു എന്നല്ലാതെ. അതുപോലെ തന്നെ PTA മീറ്റിങ്ങോ രക്ഷാകർത്ത യോഗങ്ങളിൽ എല്ലാ കുട്ടികളുടെയും രക്ഷകർത്താക്കൾ വന്ന് പങ്കെടുക്കുന്നതോ ഒന്നുമില്ല. എൻ്റെ അമ്മയൊന്നും ഒരു PTA മീറ്റിങ്ങിന് വന്നതായിട്ട് എനിക്ക് അറിയത്തുപോലുമില്ല. ആകെപ്പാടെ പേപ്പർ തരുമ്പം അത് ഒപ്പിടിക്കും, വീട്ടിൽ പോയി അടി മേടിക്കും, ഒപ്പിടിക്കും, തിരിച്ച് ക്ലാസ് വീട്ടിൽ കൊണ്ട് കൊടുക്കും, തിരിച്ച് സ്കൂളിൽ കൊണ്ട് കൊടുക്കും. ഇതേ ഉള്ളൂ അന്ന്. ആരും അധികം നിർബന്ധിക്കുന്നുമില്ല. പഠിക്കുമെന്നും പറഞ്ഞ് ആരും കുട്ടികളെ നിർബന്ധിക്കാറുമില്ല. അധ്യാപകർ മാർക്ക് കുറഞ്ഞതിന് അടി വരുന്നെങ്കിൽ അത് മേടിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയല്ല. ഇന്നാണെങ്കിൽ അധ്യാപകരും രക്ഷകർത്താക്കളും കൂടി എന്തോ കുട്ടികളെ ഓരോ വീട്ടിലും 1-2 കുട്ടികളെ കാണുകയുള്ളൂ. ആ കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാം. എല്ലാ ദിവസവും സ്കൂളിൽ ചെല്ലുന്ന രക്ഷകർത്താക്കളുണ്ട്. ഒരു ദിവസം ചെന്നില്ലെങ്കിൽ ടീച്ചേഴ്സ് അന്നേരം തന്നെ വീട്ടിൽ വിളിച്ച് പറയും. പിന്നെ ഇന്നില്ലെങ്കിൽ നോട്ട് അന്നേരം തന്നെ മൊബൈൽ വഴി വരും. എന്തെല്ലാം സൗകര്യങ്ങളാണ്. ഇത്രയും സൗകര്യങ്ങൾ കൂടി വരുന്തോറും കുട്ടികളുടെ പക്ഷേ മനോനിലയിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മളെ ഒന്നും ആരും അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കാനുമില്ല. പഠിക്കുന്ന കുട്ടികൾ പഠിക്കും, പഠിക്കേണ്ടാത്ത കുട്ടികൾ പഠിക്കുന്നില്ല. ഒരുവിധം ആവറേജ് പഠിക്കുന്ന കുട്ടികൾ അവരങ്ങനെ പഠിച്ചു പോവും എന്നല്ലാതെ നിർബന്ധിച്ച് എല്ലാത്തിനും ഫുൾ A+ പഠിക്കണമെന്ന് വാശിയുള്ള രക്ഷകർത്താക്കളും ഇല്ല. അങ്ങനെ ഇട്ട് അടിച്ച് പഠിപ്പിക്കത്തുമില്ല. അന്നൊന്നും കുട്ടികൾക്കൊന്നും ഇത്ര വയലൻ്റ് ആവത്തുമില്ല ഒരു അധ്യാപകനോട്. ഒരു കുട്ടിയുടെയൊക്കെ ക്ലാസ് കൈയൊക്കെ ചില അധ്യാപകരെ അടിച്ച് പൊട്ടിച്ചാൽ പോലും അടിയും കൊണ്ടുകൊണ്ട് അവിടെ ഇരിക്കാതല്ലാതെ അവരുടെ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കളും പറയത്തില്ല. രക്ഷകർത്താക്കൾ കണ്ടാൽ പറയും 2 അടിയും കൂടെ കൊടുക്കാനേ പറയത്തുള്ളൂ. അല്ലാതെ പിറ്റേന്ന് തന്നെ സ്കൂളിൽ വന്ന് വഴക്കുണ്ടാക്കി ആ അധ്യാപകൻ എന്തിനാ അടിച്ചതെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലല്ലായിരുന്നു അന്ന് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു അധ്യാപകരോട് വളരെയധികം സ്നേഹവും ആദരവും എല്ലാം ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ ഓഫീസ് റൂമിലൊരു കാര്യം ഒരു സാറിനോട് ചെന്ന് പറയണമെങ്കിൽ തന്നെ ആരും പോകത്തില്ല. ഓഫീസ് റൂമിലോട്ട് പോകുന്നതേ പേടിയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് വെള്ളിയാഴ്ച തോറും രചന എഴുതുന്ന ഒരു ബുക്കുണ്ട് നമുക്ക്. രചന അതൊരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതും. അത് വെള്ളിയാഴ്ച നമ്മൾ ഓഫീസ് റൂമിൽ കൊണ്ട് കൊടുക്കണം ടീച്ചറുടെ കയ്യിൽ. അത് കൊണ്ടുവെക്കണമെങ്കിൽ 2 പേര് കൂട്ടായിട്ടേ പോകാറുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് കൊണ്ടു ചെന്ന് അത് വെക്കാൻ ഭയങ്കര പേടിയാണ്. അതുപോലെ ടീച്ചർമാരൊക്കെ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാലും പേടിയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ അതേ അധ്യാപകരെ റോഡിലൊക്കെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുകയോ ചെയ്യുമ്പോൾ നമ്മളെ അവർ മറന്നുപോയാലും നമ്മൾ ഓടിച്ചെന്ന് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ എന്ത് സ്നേഹമാണ് നമ്മുടെ കൂടെയൊക്കെ. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിയത്. ഇപ്പോഴാണെങ്കിൽ അധ്യാപകരും രക്ഷകർത്താക്കളും കൂടി എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും സ്കൂളിൽ വരുന്ന രക്ഷകർത്താക്കളുണ്ട് എല്ലാ ദിവസവും. അതുപോലെ തന്നെ PTA മീറ്റിംഗ് കൂടിയാൽ ഏറ്റവും കൂടുതൽ എല്ലാ കുട്ടിയുടെയും അച്ഛനും അമ്മയും ഉൾപ്പെടെ പങ്കെടുക്കും. ഇല്ലെങ്കിൽ അമ്മമാർ തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ഇപ്പോൾ 1-2 കുട്ടികളെ ഉള്ളൂ. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ സ്വഭാവ രൂപീകരണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സുകളാണ്. പക്ഷേ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ ഡിജിറ്റൽ യുഗത്തിലായിട്ടായിരിക്കാം. ഇപ്പോൾ ഈ സംഭവത്തിൽ തന്നെ എനിക്ക് തോന്നിയത് ആ കുട്ടിയുടെ മൊബൈൽ ക്ലാസ് ടീച്ചർ പിടിച്ചു വെക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടീച്ചറിനെ എന്തോ അസഭ്യമാക്കി കുട്ടി പറഞ്ഞു. അപ്പോൾ HM അത് ചോദിച്ചതാണ് കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ HMനോട് പറയുക നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്ത് മാറ്റമായിപ്പോയെന്ന് ഓർത്തത്. അപ്പോൾ കുട്ടികളായാലും ഇങ്ങനെയൊക്കെ പെരുമാറി വരുന്നത് കൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വളരെയധികം ഒരു വിഷമാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്.
അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഉച്ചയ്ക്ക് ഈ ചോറില്ലല്ലോ കുട്ടികൾക്ക് അന്നേരത്തേന് ഒരുപാട് കുട്ടികൾ ഉച്ച സമയമാകുമ്പം ചോറ് വിശന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആ കുട്ടികൾ ഉച്ച സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നതാണ്. അതേസമയം ഇപ്പോഴാണെങ്കിൽ ആഹാരമുണ്ട്, വസ്ത്രവുമുണ്ട്, അവരുടെ ചോദിക്കുന്നതെല്ലാം സാധിച്ചു കൊടുക്കുന്ന അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും കുട്ടികൾക്ക് വളരെയധികം മോശമായ സ്വഭാവത്തിലൂടെയാണ് കുറേ കുട്ടികൾ കടന്നു പോകുന്നത് എന്നാണ്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. അന്നൊന്നും അധ്യാപകർ ആരും അങ്ങനെ നിർബന്ധിച്ച് ആരെയും പഠിപ്പിക്കാറുമില്ല. പിന്നെ എല്ലാ അധ്യാപകരും നല്ല അധ്യാപകരാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 99% അധ്യാപകരും നല്ല ശിക്ഷണത്തിലും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. ചിലപ്പോൾ ഒരു ശതമാനം അധ്യാപകർ ചില കുട്ടികളോടൊക്കെ ഒരു സ്നേഹം കൂടുതൽ കാണിക്കുമോ, ചിലപ്പോൾ ഒരു ടീച്ചേഴ്സിൻ്റെ കുട്ടികളോടൊക്കെ അവരുടെ തന്നെ കൂട്ടുകാരിയുടെ കൊച്ചാകുമ്പോൾ അവരോടൊരു സ്നേഹം കൂടുതൽ കാണിക്കും. അങ്ങനെയൊക്കെ ഒരു ചെറിയ പക്ഷാഭേദങ്ങളൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ഒരു കുട്ടിയെ അങ്ങനെ ഇപ്പോൾ ഒരു 10-40 കുട്ടികളെ വേർതിരിച്ച് കാണുന്ന 1-2 കുട്ടികളെ വേർതിരിച്ച് കാണുന്ന അങ്ങനെ ഒരു അനുഭവമൊന്നും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, കള്ളും കഞ്ചാവും അതുപോലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം. കുട്ടികൾ കുഞ്ഞാകുമ്പോഴേ പാല് കുടിക്കുമ്പോൾ മുതലേ മൊബൈൽ ഫോൺ കൊടുത്താണ് കുഞ്ഞിനെ ആഹാരം കഴിപ്പിക്കുന്നത്. അന്നേരം കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ കൂടുതൽ രക്ഷകർത്താക്കൾക്കും അതിന് വളരെയധികം പങ്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളെ ആഹാരം കഴിപ്പിച്ച് ശീലിപ്പിക്കുകയേ ചെയ്യില്ല. ഞാൻ പല ഹോട്ടലുകളിലും പല സദ്യയ്ക്കും ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുക, അമ്മ ഇങ്ങനെ ചോറ് വായിലോട്ട് വെച്ച് കൊടുക്കുക. അത് വളരെയധികം തെറ്റാണ്. അന്നേരം കുട്ടിക്ക് അത് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുപോലെ ഇപ്പം പഠിക്കുന്നതും എല്ലാം കൂടുതലും മൊബൈൽ ഫോൺ വഴി ആയതുകൊണ്ട് മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട സംഭവമൊക്കെയാണ്. എങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾക്ക് കുട്ടികൾ ഇത്രയും വയലൻ്റ് ആകുമ്പോൾ പിന്നെ വലുതാകുമ്പോൾ എന്താ ഇവർ കാണിക്കുന്നത്? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ലഹരികൾക്കൊക്കെ കൂടുതൽ കുട്ടികൾ അടിമകളാവുകയും എന്തും സാധിച്ചു കൊടുക്കുന്ന രക്ഷകർത്താക്കളും ഉള്ളപ്പം പിന്നെ കുട്ടികൾ വഴിതെറ്റിപ്പോകാനും ഇടയാവുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മളെയൊക്കെ കൊച്ചുനാളിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന ഒരാശയം. അതുകൊണ്ട് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും എല്ലാം വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെയും വേണം നമ്മുടെ പുതുതലമുറ അറിയാനും കാണാനും എല്ലാം ഉള്ളത്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവൂ. ഒരിക്കലും ഒരു ഗുരുവിൽ നിന്ന് നമുക്കൊരു ശാപം ഏറ്റുവാങ്ങാൻ ഇടയാവരുത്. പിന്നീട് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു കാര്യവും നന്നായിട്ട് വരത്തില്ല. അതുകൊണ്ട് എല്ലാ രക്ഷകർത്താക്കളും, എല്ലാ മക്കളും, എല്ലാ വിദ്യാർത്ഥികളും നല്ല ചിന്തകളിലൂടെ മുന്നോട്ട് പോയി നന്നായിട്ട് വളർന്ന് നല്ല സ്നേഹവും നല്ല സഹാനുഭൂതിയും സമൂഹത്തിന് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരായിട്ട് വേണം വളരാനാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വിഷമം തോന്നിയതുകൊണ്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ എല്ലാ കുട്ടികളും നന്നായിട്ട് വളരാൻ ഇടയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.